മലയാളികൾക്കിടയിൽ ഏറെ പ്രചാരം നേടിയ യാത്രാ പരിപാടിയാണ് സഞ്ചാരം. സന്തോഷ് ജോർജ് കുരങ്ങള നടത്തുന്ന ഈ പരിപാടി ലോകരാജ്യങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ടെലിവിഷൻ പ്രോഗ്രാമായിരുന്നു. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളും മലയാളികൾക്ക് മൊത്തത്തിലും യാത്ര ചെയ്യാൻ പ്രചോദനമായ സഞ്ചാരത്തിന്റെ ആരംഭിച്ചതിന് ഒരു മമ്മൂട്ടി കണക്ഷൻ ഉണ്ടെന്ന് പറയുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. മമ്മൂട്ടി ക്യാമിയോ വേഷത്തിലെത്തിയ ചത്താപച്ച സിനിമയുടെ സക്സസ് മീറ്റിൽ വെച്ചാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇക്കാര്യം പറഞ്ഞത്. ചത്താപ്പച്ചയുടെ നിർമ്മാതാവായ ഷിഹാൻ ഷൗക്കത്തിൻ്റെയും നടൻ ഇഷാൻ ഷൗക്കത്തിൻ്റെയും പിതാവായ ഷൗക്കത്തിനെക്കുറിച്ചും അദ്ദേഹവുമായുള്ള ദീർഘനാളത്തെ സൗഹൃദത്തെക്കുറിച്ചും സന്തോഷ് ജോർജ് കുളങ്ങര വേദിയിൽ വെച്ച് സംസാരിച്ചു. മമ്മൂട്ടിയുടെ സുഹൃത്താണ് ഷൗക്കത്ത്. സഞ്ചാരം ആരംഭിക്കുന്നതിനും പ്രകടമല്ലാത്ത കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനാണ് എൻ്റെ മുൻപിലുണ്ട്. അത് മമ്മൂക്കയാണ്. അദ്ദേഹത്തിന് പോലും അറിയാത്ത രഹസ്യമാണ്. മമ്മൂക്കിയമ്മയ്ക്ക് വേണ്ടി ഒരു ക്യാമറ കുറച്ച് ഷൗക്കത്ത് നേരത്തെ വേദിയിൽ പറഞ്ഞല്ലോ. ആ ക്യാമറ വഴി തെറ്റി എൻ്റെ കയ്യിൽ വന്നു. അത് വെച്ചാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചാരത്തിൻ്റെ തുടക്കനാളുകളിലാണിത്. ലൈസ്മാനിലാണ് അന്ന് എഡിറ്റ് ചെയ്തിരുന്നത്. സീരിയലിലൂടെ എഡിറ്റിങ്ങിനിടയിൽ സമയം കിട്ടുമ്പോഴാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ പരിപാടിക്ക് അവസരം കിട്ടുക. ഒരു ദിവസം ഞാൻ പതിവ് പോലെ ആ സമയത്തിനായി സ്റ്റുഡിയോയിലേക്ക് പുറത്ത് വരാന്തയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഷൈഖു വന്നിട്ട് അന്ന് ലഭ്യമായ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്യാമറയെക്കുറിച്ച് പറഞ്ഞു. ആ ക്യാമറ ഗുണങ്ങളും അത് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നെല്ലാം വിശദമായി വർണ്ണിച്ചു. അങ്ങനെ ഒരു ക്യാമറ സ്വന്തമാക്കാനുള്ള അവസരം വന്നിട്ടുണ്ടെന്നും എന്നും പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അവസാനമാണ് ആ ക്യാമറ ഇപ്പോൾ തൻ്റെ കയ്യിലില്ലെന്നും അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി എത്തിയ DV ക്യാമറയായിരുന്നു അത്. അത് മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. കേരളത്തിൽ ആർക്കും അങ്ങനൊരു ക്യാമറ ഇറങ്ങിയ കാര്യം പോലും അറിയില്ലായിരുന്നു. പക്ഷേ മമ്മൂക്ക അറിഞ്ഞു. ആ ക്യാമറ കൊണ്ടുവരാൻ ഷൗക്കത്തിനോട് പറഞ്ഞു. ആ ആവശ്യപ്രകാരം കൊണ്ടുവന്ന വഴിയാണ് ക്യാമറ എയർപോർട്ടിൽ കുടുങ്ങിയത്. എയർപോർട്ടിലെ ക്യാമറ ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം. അതെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറ ഇപ്പോൾ കൊണ്ടുവരാം. ഞാനും ഷോക്കും കൂടി തിരുവനന്തപുരത്ത് പോയി ഒരു ദിവസം അധ്വാനിച്ച് ക്യാമറ പുറത്തിറങ്ങി. പിന്നീട് ആ ക്യാമറ മമ്മൂക്കിലേക്ക് പോയില്ല. അത് എൻ്റേതായി മാറി. ആ ക്യാമറ കയ്യിൽ കിട്ടിയ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നേപ്പാളിലേക്ക് പോയി. അക്കാലത്ത് വലിയ ക്യാമറ യൂണിറ്റിനൊപ്പം 6, 7 പേര് കൂട്ടി സഞ്ചാരം പോലുള്ള പരിപാടി ഷൂട്ട് ചെയ്യാനായി പോകാനില്ല. DV ക്യാമറ പക്ഷേ വളരെ കോമ്പാക്റ്റ് ആണ്. എനിക്ക് തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാകും. അങ്ങനെയാണ് സഞ്ചാരം യാഥാർത്ഥ്യമാകുന്നത്. ഇത് കാണുന്ന നിലയിൽ ഞാൻ എത്തിയുന്ന ഈ 2 പേരോട് എനിക്ക് നന്ദി പറയാനുള്ളത്. ഒന്ന് ഈ രംഗത്തേക്ക് പിച്ചുവെച്ച് നടന്ന കാലത്ത് എന്നെ സഹായിക്കുകയും നയിക്കുകയും ചെയ്ത ഷൗക്കത്തിനോട്. 2 അദൃശ്യമായ സഞ്ചാരങ്ങൾക്ക് കളമൊരുക്കിയ മമ്മൂക്കയോടാണ്. അന്ന് തുടങ്ങിയ സഞ്ചാരമാണ് പിന്നീട് സഫാരിയായി മാറിയത്.